എല്ലാവർക്കും നമസ്തേ. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിൽ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ് നടൻ കൃഷ്ണകുമാരനും കുടുംബത്തിനുമെതിരെയുള്ള ചില കേസുകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ. ആ കേസ് എന്താണ് എന്ന് വെച്ചാൽ, നമ്മൾ ചുരുക്കി പറഞ്ഞാൽ, കൃഷ്ണകുമാറിൻ്റെ മകൾ ഒരു സ്ഥാപനം നടത്തുന്നു. അവിടെ ചില ജീവനക്കാർ 3 ജീവനക്കാർ ചേർന്ന് ആ സ്ഥാപനത്തിലേക്ക് വരേണ്ട പണം, ലഭിക്കേണ്ട പണം സ്വന്തം QR കോഡ് കൊടുത്ത് ഈ 3 ജീവനക്കാർ സ്ത്രീകളാണ്. ഇത് അവരുടെ അക്കൗണ്ടിലേക്ക് തട്ടിയെടുക്കുന്നു. ഏകദേശം 60 ലക്ഷത്തിൽ മുകളിൽ ഇങ്ങനെ പണം തട്ടിയെടുത്തത് പിടിക്കപ്പെടുകയും അത് സമ്മതിച്ച് കുറേ പണം തിരിച്ചു കൊടുക്കുകയും ബാക്കി അവർ തിരിച്ചു കൊടുക്കാമെന്നുള്ള രീതിയിൽ അവർ പറഞ്ഞ് ഈ പ്രശ്നം ഒഴിവാകുകയാണ് ഉണ്ടായത്. എങ്കിലും ഇവരുടെ ഈ ഒരു തട്ടിപ്പിനെതിരായിട്ടൊരു പരാതി കൃഷ്ണകുമാറിൻ്റെ മകൾ കൊടുക്കുന്നു. ആ പരാതി കൊടുത്തതിനെ തുടർന്ന് ഈ തട്ടിപ്പുകാരായ ഈ ജീവനക്കാർ കൃഷ്ണകുമാറിനും മകൾക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യ കൃഷ്ണകുമാരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മകൾക്കുമെതിരെ ഒരു കൗണ്ടർ പരാതി കൊടുക്കുന്നു, എതിർ പരാതി കൊടുക്കുന്നു. അതായത് തങ്ങളെ തട്ടിക്കൊണ്ടുപോയി എന്നും തങ്ങളെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്നും പറഞ്ഞ് തിരിച്ചൊരു പരാതിയാണ് കൊടുക്കുന്നത്. ഈ കൃഷ്ണകുമാർ ഈ കേസ് വലിയ ഇതായിട്ട് വാർത്താ പ്രാധാന്യം നൽകി ഈ പൊതുസമൂഹത്തിലെത്തിക്കാൻ ശ്രമിച്ചില്ല. കാരണം ഇവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകണ്ട എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം അത് കൂടുതലും വാർത്താ പ്രചാരം നൽകാൻ ശ്രമിച്ചില്ല. എന്നാൽ കേസ് കൊടുത്തത് തങ്ങളുടെ പണം തിരിച്ചു കിട്ടണമെന്നുള്ള ഉദ്ദേശത്തോട്, തങ്ങളുടെ തട്ടിയെടുത്ത പണം തിരിച്ചു കിട്ടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കേസ് കൊടുക്കുന്നത്. എന്നാൽ അദ്ദേഹം BJP-കാരനാണല്ലോ. ഇത് CPM എന്ന് നമുക്ക് സംശയിക്കാം. അവരെ തന്നെ നമുക്ക് സംശയിക്കാൻ കഴിയുകയുള്ളൂ. കാരണം അവരാണല്ലോ BJP-യുടെ കേരളത്തിലെ ഏറ്റവും വലിയ എതിരാളികളും ഇതിന് ആയിട്ട് ഉള്ളത്. അവരുടെ ഇടപെടലിൽ കൂടിയാണെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ തട്ടിപ്പുകാരായിട്ടുള്ള ഈ ജീവനക്കാർ കൃഷ്ണകുമാറിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മകൾക്കുമെതിരെ കേസ് കൊടുക്കുന്നു. അതായത് തങ്ങളെ തട്ടിക്കൊണ്ടുപോയി എന്നും തങ്ങളെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്നും പറഞ്ഞ് കേസ് കൊടുക്കുന്നു. കൃഷ്ണകുമാർ കൊടുത്ത പരാതിയിൽ കേസെടുക്കാൻ മടിച്ച പോലീസുകാർ ഈ കുറ്റവാളികളായി തട്ടിപ്പുകാരായിട്ടുള്ള ഈ ജീവനക്കാരുടെ പരാതിയിൽ പെട്ടെന്ന് തന്നെ കേസെടുത്ത് കൃഷ്ണകുമാറിൻ്റെ ഭാര്യയുടെയും മകളുടെയും പേരിൽ FIR അവർ രജിസ്റ്റർ ചെയ്യുന്നു. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് ഒരു വലിയൊരു രാഷ്ട്രീയ ഗൂഢാലോചന ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള കാര്യം. അപ്പം നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്, ഈ തട്ടിപ്പിൻ്റെ പിന്നിൽ തന്നെ ഈ പറയുന്ന ഈ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് അറിവുണ്ടോ എന്ന് സംശയിക്കേണ്ട സാഹചര്യത്തിലേക്കാണ് ഇപ്പോഴത്തെ ഈ സംഭവവികാസങ്ങളെല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം തങ്ങളുടെ ധനം തട്ടിയെടുത്തവർക്കെതിരെ കൊടുത്ത പരാതിയിൽ FIR ഇട്ട് അവരെ അറസ്റ്റ് ചെയ്യേണ്ടതിന് പകരം അവർ ഒരു എതിർ പരാതി കൊടുക്കുന്നു. തങ്ങൾക്കെതിരെ ഈ തട്ടിപ്പിനെതിരെ കേസ് കൊടുത്ത വ്യക്തികൾക്കെതിരെ തിരിച്ചൊരു പരാതി കൊടുക്കുന്നു. അവർ തട്ടിക്കൊണ്ടുപോയി ജാതീയമായി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് കേസെടുക്കുന്നു. വളരെ വലിയ ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകൾ ചേർത്താണ് ഇവർ ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ഈ പിണറായിയുടെ ഭരണത്തിൽ, അല്ലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ, CPM-ൻ്റെ ഭരണത്തിൽ കേരളത്തിൽ എവിടെയാണ് നമുക്ക് നീതി ലഭിക്കുക? അതിനേക്കാൾ വലിയൊരു അപകടമെന്ന് പറഞ്ഞാൽ, ഇപ്പം ഏതൊരു തട്ടിപ്പ് ഒരാൾ നടത്തിയാലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയൊരു ആയുധമാണ് ജാതീയമായി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് കേസുമായിട്ട് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞ്. പണ്ട് നമ്മുടെ ഒരു ശ്രീനിജൻ എന്ന് പറയുന്ന MLA ഈ മറുനാടൻ മലയാളി ഷാജൻ സ്കറിയയ്ക്കെതിരെ കൊടുത്ത കേസ് നമുക്കറിയാം. ഒരു വാർത്ത കൊടുത്ത്, ഒരു സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്ത കൊടുത്തപ്പോൾ ആ പ്രദേശത്തെ MLA ആയതുകൊണ്ട്
അയാളെ ജാതീയമായി അധിക്ഷേപിച്ചു എന്നും പറഞ്ഞൊരു കേസ് കൊടുത്തത് അത് ഇടതുപക്ഷ MLA ആയതുകൊണ്ട് പോലീസും സർക്കാരും പെട്ടെന്ന് തന്നെ ആ കേസ് രജിസ്റ്റർ ചെയ്ത് ഷാജന് അവിടുന്ന് മാറി നിൽക്കേണ്ട, ഒളിവിൽ പോകേണ്ട അവസ്ഥ വരെ ഉണ്ടാക്കിയ സാഹചര്യം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുള്ള ആ ഒരു തരത്തിൽ കേസുകൾ പോകുന്നത് എത്രമാത്രം ആ ഒരു വകുപ്പിനെ ദുരുപയോഗം ചെയ്ത് തങ്ങളുടെ കാര്യം സാധിക്കുക എന്നുള്ളതിന് ഒരു വിഭാഗം ശ്രമിക്കുന്നു എന്ന് ഉള്ള ആ ഒരു ദിശയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അടുത്ത കാലത്ത് തന്നെ ഒരു സംഭവം ഉണ്ടായി. ഒരു വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാൾ സർവമാന ആൾക്കാരെ അധിക്ഷേപിക്കുകയാണ്. അയാളെ ഒരു വിഭാഗം വിലക്കെടുത്തിട്ട് ഹിന്ദു സമൂഹത്തിനെതിരെ വളരെ മോശമായി, അല്ലെങ്കിൽ ഹിന്ദു നേതാക്കന്മാർക്കെതിരെ, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ വളരെ മോശമായി ഈ വേദികളിൽ പരിപാടി അവതരിപ്പിക്കുക. അതിന് ക്ഷേത്രങ്ങൾ തന്നെ ഇവർ ദുരുപയോഗം ചെയ്തിരുന്നു, ദുരുപയോഗം ചെയ്താണ് ഇതൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അയാളെ ഈ ഒരു 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 ജാതി നേതാവിൻ്റെ, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു നേതാവിൻ്റെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടതാണ്. എൻ്റെ നാട്ടുകാരനാണ് അദ്ദേഹം. എഴുതിയിരുന്നു, ഈ വേടന് ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ പരിപാടി നടത്താൻ വേദി നിഷേധിച്ചാൽ അത് ഈ ജാതീയമായ പട്ടികജാതി അധിക്ഷേപം അല്ലെ പട്ടികജാതി പീഡനം എന്ന പേരിൽ ഞങ്ങൾ കേസുമായി പോയി അവയെല്ലാം അകത്താക്കുമെന്നുള്ള ഒരു ഭീഷണി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടതാണ്. അത് ഞാൻ മാത്രമല്ല, വളരെയേറെ ആൾക്കാർ അത് കണ്ടതുമാണ്. അത്രമാത്രമാണ് ഈ ഒരു നിയമത്തിനെ മറ്റുള്ളവർക്കെതിരെ ഉപയോഗിക്കാൻ വേണ്ടി, മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളത് വളരെയേറെ ഖേദകരമായ ഒരു സംഭവം തന്നെയാണ്. നമ്മൾ ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരാളിനോട് നമ്മളെ ദ്രോഹിച്ചാൽ, നമ്മൾ മറുത്തെന്തേലും തിരിച്ചു പറഞ്ഞാൽ അതിനെതിരെ നമ്മൾക്കെതിരെ ജാതീയമായി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്ത് നമ്മളെ ജയിലിൽ അടപ്പിക്കാനാണ് ഈ നിയമം ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ ഒരു കാര്യം നിയമനിർമ്മാതാക്കൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കി ഇത്തരം ദുരുപയോഗങ്ങൾ തടയാനുള്ള നടപടികൾ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ നിയമങ്ങൾ ഒക്കെ വളരെയേറെ നിരപരാധികളെ തുറുങ്കിലടയ്ക്കുന്നതിന് ഉപയോഗിക്കപ്പെടും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. ഇത് നമ്മുടെ നാട്ടിലെ ഓരോ നിയമവും ജനങ്ങൾക്ക് നീതി നടപ്പാക്കുന്നതിന് വേണ്ടിയാകണം. അല്ലാതെ നീതി നിഷേധിച്ച് അവരെ ഉപദ്രവിക്കുന്നതിനായിട്ട് ഒരു നിയമങ്ങളും നമ്മുടെ നാട്ടിൽ നടപ്പാക്കാൻ പാടില്ല, നിലനിൽക്കാൻ പാടില്ല. ഇങ്ങനെ നിരന്തരം ഇത്തരം നിയമങ്ങൾ ഉപയോഗിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഇത് ദുരുപയോഗം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത്തരം നിയമങ്ങൾ ഒന്നുകിൽ എടുത്തു കളയണം. അല്ല എന്നുണ്ടെങ്കിൽ ഇത് ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ കർശനമായ ശിക്ഷ നൽകുന്ന വകുപ്പുകൾ കൂടി ഇതിൽ ചേർത്ത് ഈ സാധാരണക്കാരായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട ചുമതലയും ഈ നിയമം നിർമ്മിച്ചവർക്ക് തന്നെ ഉണ്ട് എന്നുള്ള കാര്യം അവർ മറന്നുകൂടാത്തതാണ്. ഇത് ഇത്രയും പറയാൻ കാരണം, ഈ സ്വന്തം ധനം കവർന്നെടുത്തവർക്കെതിരെ ഒരു പരാതി, അത് വീണ്ടെടുക്കുന്നതിനായി പരാതി കൊടുത്തപ്പോൾ ആ വ്യക്തിയെ ജാതീയമായി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് ജയിലിൽ കയറ്റാൻ ശ്രമിക്കുന്ന, കാരാഗൃഹത്തിൽ അടയ്ക്കാൻ ശ്രമിക്കുന്ന നിയമം നമ്മളുടെ ഈ പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും യോജിച്ചതല്ല. ഇങ്ങനെ ഈ നിയമം ഇങ്ങനെ ദുരുപയോഗം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാർ ചിന്തിക്കുന്ന എന്താണ്, ഒരു തൊഴിൽ സംരംഭകൻ അല്ലെ ഒരു തൊഴിലുടമ ചിന്തിക്കുന്നത് എന്താണ്, ഇത്തരക്കാരെ തങ്ങളുടെ സ്ഥാപനത്തിൽ ജോലിക്കെടുത്താൽ അവർ എന്ത് തട്ടിപ്പും വെട്ടിപ്പും നടത്തിയാലും ഞാൻ
അതിനെതിരെ മിണ്ടാൻ പാടില്ല, അതിനെതിരെ നടപടിയെടുക്കാൻ പാടില്ല. അതോ അങ്ങനെ നടപടിയെടുത്താൽ എന്നെ ജാതീയമായി അധിക്ഷേപിച്ചു എന്ന രീതിയിൽ എന്നെ ജയിലിൽ അടയ്ക്കാനാണ് ഇവിടുത്തെ നിയമങ്ങൾ ഇപ്പോൾ ഉള്ളത് എന്നുള്ളൊരു ചിന്തയുണ്ടായാൽ ഇത്തരം വിഭാഗത്തിൽപ്പെട്ടവരെ തൊഴിലിന് എടുക്കണോ എന്നുപോലും തൊഴിലുടമകളെ ചിന്തിപ്പിക്കുന്ന സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കേരളത്തിലെ ഈ സാഹചര്യം എത്തിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഇത്തരം വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ തന്നെ അതേക്കുറിച്ച് ചിന്തിക്കണം. തങ്ങൾക്ക് തന്നെ ഭാവിയിൽ ദോഷം ചെയ്യുന്ന രീതിയിലാണ് പലരും ഈ നിയമത്തിനെ ദുരുപയോഗം ചെയ്യുന്നത്. അതിനാൽ തന്നെ തങ്ങളുടെ ഭാവിക്കും നല്ലൊരു ഭാവിക്കും ഭീഷണിയായിട്ടുള്ള ഈ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ തങ്ങൾ രംഗത്തിറങ്ങി ഇത്തരം ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കണം എന്ന് ആ വിഭാഗത്തിൽപ്പെട്ടവർ ചിന്തിച്ചില്ല എങ്കിൽ അത് ഭാവിയിൽ അവർക്ക് തന്നെ ഇത് ദോഷമായി മാറും എന്നുള്ളത് അവർ ചിന്തിക്കേണ്ട കാര്യമാണ്. ഒപ്പം തന്നെ നമ്മുടെ ഭരണാധികാരികൾ അവരെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിടുന്നത് എല്ലാവർക്കും നീതി നടപ്പാക്കണം, നീതി നൽകണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ജനങ്ങൾ അവരെ തിരഞ്ഞെടുത്ത് വിടുന്നത്. അവർ ഇത്തരം വ്യാജ ആരോപണങ്ങൾ അവരുടെ രാഷ്ട്രീയ മേലാളന്മാരുടെ നിർദ്ദേശമനുസരിച്ച് ഈ ഇരയാക്കപ്പെട്ടവർക്കെതിരായി പ്രയോഗിക്കുന്ന ഈ നടപടിയും അവർ അടിയന്തരമായി നിർത്തുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് ഏറ്റവും വലുത് നിയമം അല്ലെ നീതി നടപ്പാക്കുക എന്നുള്ളതാണ്, അല്ലാതെ അനീതി നടപ്പാക്കുക എന്നുള്ളതല്ല ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവർ നടത്തേണ്ടത്. അതിനാൽ എല്ലാ വിഭാഗം ജനങ്ങളും ഇതേക്കുറിച്ച് ചിന്തിക്കണം. ഇത്തരം ദുരുപയോഗങ്ങളെ തടയണം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്കെല്ലാം ഒരു വളരെ വലിയ ഭീഷണിയായിട്ട് ഇത്തരം നിയമങ്ങൾ നിലനിൽക്കും. നമ്മളെല്ലാം, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ, നമ്മുടെ അടുത്ത തലമുറ കുറ്റമൊന്നും ചെയ്യാതെ ഈ ജയിലിൽ കഴിയേണ്ട ഗതികേടിലേക്ക് നമ്മുടെ കേരളം അധികം താമസിക്കാതെ തന്നെ എത്തിച്ചേരും എന്നുള്ളതിൽ ഒരു സംശയവും. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.